ഇന്ന് മറ്റൊരു വാർത്തയാണ്. തൃശൂർ പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ആക്രമിച്ച കേസിൽ ഓഫീസർ കമാൻഡന്റ് ഒളിവിൽ പോയി. വിയ്യൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ ഒളിവിൽ പോയത്. പ്രേമന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. ഈ മാസം 18, 22 തീയതികളിലാണ് പരാതിക്കിടയായ സംഭവമുണ്ടായത്. വൈകിട്ട് 6 മണിയോടെ ജോലി കഴിഞ്ഞ് രാമവർമ്മപുരത്തെ ഓഫീസിൽ നിന്നും മടങ്ങിയ വനിതാ ഹവീൽദാറെ കേരള പോലീസ് അക്കാദമി ഓഫീസ് കമാൻഡന്റ് പ്രേമൻ തിരികെ ഓഫീസിലേക്ക് വിളിച്ചു. ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി. പിന്നീട് ഈ വിവരം സഹപ്രവർത്തകരോട് പറയുകയായിരുന്നു. വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണം നടത്തുകയും പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥരെതിരെ കടുത്ത നടപടി വേണമെന്നും അക്കാദമിയിൽ തുടരാനാകില്ലെന്നും മാനസികമായി ഏറെ പ്രയാസത്തിലാണെന്നും ഉദ്യോഗസ്ഥ ഡയറക്ടറെ നേരിട്ട് പരാതിയായി അറിയിക്കുകയായിരുന്നു. തുടർന്ന് അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ പ്രേമനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് പുറമെ വകുപ്പ് തല നടപടികളും ഉണ്ടാകും. ഉദ്യോഗസ്ഥയുടെ പരാതി കൈമാറിയതനുസരിച്ച് വിയ്യൂർ പോലീസ് പ്രേമനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും പരാതിക്കാരിയിൽ നിന്നും പരാതി രേഖാമൂലം വാങ്ങുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് പ്രേമൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. അതിനിടെ പ്രതി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു എന്നൊരു സൂചന കൂടി പുറത്തുവരുന്നുണ്ട്.